ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് 4th സെമസ്റ്റർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോംപ്ലിമെന്ററി ഫിസിക്സിലത്തെ കറന്റ് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഇവിടെ കറന്റ് ഇലക്ട്രിസിറ്റിനെ പറ്റി നോക്കുകയാണെങ്കിൽ equal quantities of charge q pass through a given section of the conductor in equal intervals of time. ഒരു കറക്റ്റ് ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈമിൽ ചാർജ് ക്യൂ പാസ് ചെയ്യണ അങ്ങനത്തെ കറണ്ടുകളെയാണ് പറയുന്നത് സ്റ്റഡി കറണ്ട്. I ഈക്വൽ ടു ക്യൂ ബൈ ടി എന്നാണ് പറയാം. പിന്നെ കറണ്ടിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ആംബിയർ ആണ്. The direction of current is taken as the direction in which positive charges flow. പോസിറ്റീവ് ചാർജ് ഏത് ഡിറക്ഷനിലോട്ടാണോ പാസ് ചെയ്യുന്നത് അതാണ് നമ്മൾ ചാർജിൻ്റെ കറണ്ടിൻ്റെ ഡിറക്ഷനായിട്ട് എടുക്കുന്നത്. ഇനി അടുത്തത് വരുന്നതാണ് കറണ്ട് ഡെൻസിറ്റി. The ratio of the current through a surface area perpendicular to the direction of motion of charge carries. Ratio of current through a surface area perpendicular to the direction of motion of charge carries. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ വരുന്നത് J ഈക്വൽ ടു I ഡിവൈഡഡ് ബൈ എ എന്നാണ്. അതാണ് സർഫസ് ഏരിയ ആയിട്ട് വരുന്നത്. റേഷ്യോ എന്ന് പറഞ്ഞാൽ തന്നെ എന്തായിരിക്കും ഡിവൈഡഡ് ബൈ വരുന്നതായിരിക്കും. അപ്പോൾ കറണ്ട് ത്രൂ എ സർഫസ് ഏരിയയോട് പെർപെൻഡിക്കുലർ ആയിട്ട് എന്ത് ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ചാർജ് കേരീസ്. അപ്പോൾ ചാർജ് സർഫസ് ഏരിയയോട് പെർപെൻഡിക്കുലർ ആയിട്ട് അതും റേഷ്യോ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ J ഈക്വൽ ടു I ബൈ എ പെർപെൻഡിക്കുലർ. അതാണ് ഇക്വേഷൻ വരുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് കറണ്ട് ഡെൻസിറ്റി ആൻഡ് കണ്ടക്ടിവിറ്റി. കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കൽ ആണ്. അപ്പോൾ സിഗ്മ ഈക്വൽ ടു I ബൈ റോ എന്ന് പറയും. ഈ റെസിസ്റ്റിവിറ്റി റോ എന്ന് പറയുന്നതാണ് റെസിസ്റ്റിവിറ്റി ഓഫ് മീഡിയം ആയിട്ട് വരുന്നത്. കറണ്ട് ഡെൻസിറ്റിയും കണ്ടക്ടിവിറ്റിയും തമ്മിൽ എന്താണ് ഒരു ബന്ധം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കറണ്ട് ഡെൻസിറ്റി J ആൻഡ് ഫീൽഡ് E അറ്റ് എ പോയിന്റ് ഓഫ് എൻ ഐസോട്രോപിക് കണ്ടക്റ്റിംഗ് മീഡിയം ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അപ്പോൾ ഇതെന്താണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. J പ്രൊപ്പോർഷണൽ ടു E എന്നാണ് പറയുക. ഈ പ്രൊപ്പോർഷണാലിറ്റി കളയാനായിട്ടാണ് അവിടെ ഒരു സിഗ്മ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കണ്ടക്ടിവിറ്റി ഓഫ് മീഡിയം അത് കൊണ്ടുവരുന്നത്. ഈ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് സ്കാലാർ ക്വാണ്ടിറ്റി ആണ്. ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സീമെൻസ് മീറ്റർ റേസ് ടു -1 ആണ്. അടുത്തത് വരുന്നതാണ് കറന്റ് ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഇൻ എ മെറ്റാലിക് കണ്ടക്ടർ ദർ ആർ ലാർജ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് വിച്ച് ആർ ഇൻ റാൻഡം മോഷൻ. അപ്പോൾ ഒരു മെറ്റാലിക് കണ്ടക്ടർ എടുക്കുകയാണെങ്കിൽ കുറേ ഫ്രീ ഇലക്ട്രോൺസ് ഇങ്ങനെ ഭയങ്കര റാൻഡം ആയിട്ട് മോഷനിലായിരിക്കും. ദേ മൂവ് അബൌട്ട് വിത്ത് ട്രെമൻഡസ് സ്പീഡ്സ് ഓഫ് ഓർഡർ 10⁶ മീറ്റർ സെക്കൻഡ് റേസ് ടു -1. Since these velocities are randomly distributed in all directions, there is no net flow of electrons through the conductor. പിന്നെ ഇവിടെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ in addition to the random motion, electrons are drifted towards the positive terminal of battery when an electric field is applied across a conductor. ഒരു കണ്ടക്ടറിന് അക്രോസ് ആയിട്ട് ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ ഈ ഇലക്ട്രോൺസ് എല്ലാതും ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലോട്ട് ഡ്രിഫ്റ്റ് ചെയ്യും. അതാണ് പറയുന്നത് ഇവിടെ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് അതിനെയാണ്. ദിസ് വെലോസിറ്റി ഈസ് വെരി സ്മോൾ ആൻഡ് റേഞ്ചിങ് ഫ്രം 0.1 to 1 cm/s. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഭയങ്കര ചെറിയൊരു വെലോസിറ്റിയാണ്. ഇത് ഏകദേശം 0.1 to 1 cm/s ആയിട്ടാണ് വരുന്നത്. പിന്നെ ഇതിനൊരു ഇക്വേഷൻ വരുന്നുണ്ട് J ഈക്വൽ ടു NeVd എന്ന് പറഞ്ഞിട്ട്, അത് നിങ്ങൾ നോക്കി വെക്കുക. അടുത്തത് വരുന്നതാണ് ഓംസ് ലോ. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ കറന്റ് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ എൻഡ്സ് ഓഫ് കണ്ടക്ടർ പ്രൊവൈഡഡ് ദ ടെമ്പറേച്ചർ ഈസ് കെപ്റ്റ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഓംസ് ലോയിൽ പറയുന്നത് കറന്റ് ഒരു കണ്ടക്ടറിൽ കൂടെ ഫ്ലോ ചെയ്യാണ്. അത് എന്തിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ അടുത്ത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. മാത്രമല്ല അവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. I പ്രൊപ്പോർഷണൽ ടു V എന്നാണ് വരുന്നത്. അപ്പോൾ നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി സൈൻ കളയാനായിട്ട് V ഈക്വൽ ടു RI എന്ന് എഴുതും. ഇവിടെ R എന്ന് പറയുന്നത് കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് V എന്ന് പറയുന്നത്. കറൻ്റ് ആണ് I. പിന്നെ R എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ അടുത്ത് ഈ ഒരു ഇക്വേഷനിൽ എന്തൊക്കെയാണ് വരുന്നത് അങ്ങനെയൊക്കെ ചിലപ്പോൾ ചോദിക്കുമായിരിക്കും. അതുകൊണ്ടാണ് ഇത് എന്തൊക്കെയാണെന്നുള്ളത് പറയുന്നത്.
Conductors which obey Ohm's law are called ohmic conductors or linear conductors. അപ്പോൾ എന്താണ് ലീനിയർ കണ്ടക്ടർ അല്ലെങ്കിൽ ഓമിക് കണ്ടക്ടർ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓംസ് ലോ ഒബേ ചെയ്യുന്ന കണ്ടക്ടേഴ്സിനെയാണ് ഇങ്ങനെ പറയുന്നത്. Conductors which do not obey Ohm's law are called non-ohmic conductors or non-linear conductors. അപ്പോൾ നോൺ ലീനിയർ അല്ലെങ്കിൽ നോൺ ഓമിക് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഓംസ് ലോ ഒബേ ചെയ്യാത്ത കണ്ടക്ടേഴ്സിനെയാണ്. നെക്സ്റ്റ് വരുന്നതാണ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R = VI. അപ്പോൾ നമുക്ക് ആ ഒരു ഇക്വേഷനിൽ നിന്ന് തന്നെ ഒരു ഡെഫിനേഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നതാണ്. Resistance R depends upon the length, shape and nature of material of the conductor. The SI unit of resistance is ohm. Resistance എപ്പോഴും ലെങ്ത്, ഷേപ്പ്, നേച്ചറിനെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ അതിൻ്റെ ഒരു SI യൂണിറ്റ് എന്ന് പറയുന്നത് ഓം ആണ്. പിന്നെ റെസിസ്റ്റൻസിനെ പറ്റിയിട്ട് റെസിസ്റ്റൻസ് എന്താണെന്ന് നമ്മൾ നോക്കണ്ടേ. ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ ബൈ വെർച്യൂ ഓഫ് which it opposes the flow of current through it and is measured the ratio between potential difference and current. ഇപ്പോൾ ഈ റെസിസ്റ്റൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കറണ്ട് ഫ്ലോനെ ഒപ്പോസ് ചെയ്യണത് ആണ്. മാത്രമല്ല ഇത് എന്ന് പറയുന്നത് റേഷ്യോ ബിറ്റ്വീൻ പൊട്ടൻഷ്യൽ ഡിഫറൻസും കറണ്ടും തമ്മിലുള്ള റേഷ്യോനെയാണ് റെസിസ്റ്റൻസ് എന്നുകൊണ്ട് പറയുന്നത്. അടുത്തതാണ് ഡെഫിനിഷൻ ഓഫ് ഓം. R = VI എന്നാണ് പറയുന്നത്. V = 1 volt, അതുപോലെ I = 1 ampere and R = 1 ohm. Hence a conductor has a resistance of 1 ohm if a current of 1 ampere flows through it when a potential difference of 1 volt is maintained between it and its end. അപ്പോൾ ഒരു ഓം എന്ന് പറയുന്നത് 1 volt / 1 ampere ആണ്. അത് മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ the reciprocal of resistance is called conductance. അപ്പോൾ എന്താണ് കണ്ടക്റ്റൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസിൻ്റെ റെസിപ്രോക്കൽ ആണ് കണ്ടക്റ്റൻസ്. അത് ഡിനോട്ട് ചെയ്യുന്നത് G എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ 1/R എന്ന് പറയുന്നതാണ് കണ്ടക്റ്റൻസ്. ഇനി കണ്ടക്റ്റൻസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് AV⁻⁻1. ഇത് സീമെൻസ് എന്ന് നമ്മളിതിനെ പറയും. അടുത്തത് വരുന്നതാണ് റെസിസ്റ്റിവിറ്റി ആൻഡ് കണ്ടക്ടിവിറ്റി. It has been experimentally found that the resistance of a conductor is directly proportional to length of conductor and inversely proportional to the cross section of conductor. അപ്പോൾ റെസിസ്റ്റിവിറ്റിയും കണ്ടക്ടിവിറ്റിയും തമ്മിലുള്ള ഒരു ബന്ധമാണ് ഇവിടെ പറയുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്തും കണ്ടക്ടറിൻ്റെ ലെങ്ത്തിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ക്രോസ് സെക്ഷൻ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ R ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു L/A. അപ്പോൾ ഒരു ഇൻവേഴ്സ് നമ്മൾ ആ ഒരു പ്രൊപ്പോർഷണാലിറ്റി സൈൻ കളയാനായിട്ട് അവിടെ കൊണ്ടുവന്നതാണ് റോ എന്ന് പറയുന്നത്. ഈ റോയാണ് ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി. അടുത്തതാണ് ഡെഫിനിഷൻ ഓഫ് റോ എന്ന് പറയുന്നത്. R = L ρ/A. അപ്പോൾ ഇവിടെ L എന്ന് പറയുന്നത് 1 മീറ്റർ എടുക്കുക, A എന്ന് പറയുന്നത് 1 മീറ്റർ സ്ക്വയർ എടുക്കുക. അപ്പോൾ R = റോ എന്ന് കിട്ടും. റെസിസ്റ്റിവിറ്റി ഓഫ് മെറ്റീരിയൽ ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഹാവിംഗ് ലെങ്ത് 1 മീറ്റർ ആൻഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 1 മീറ്റർ സ്ക്വയർ. അപ്പോൾ റെസിസ്റ്റിവിറ്റി, ഒരു മെറ്റീരിയലിൻ്റെ റെസിസ്റ്റിവിറ്റി ന്യൂമറിക്കലി റെസിസ്റ്റൻസിനോട്, ആ ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസിനോട് ഈക്വൽ ആയിരിക്കും. അത് എപ്പോഴാണ് ലെങ്ത് 1 മീറ്ററും അതേപോലെ ഏരിയ ക്രോസ് സെക്ഷൻ 1 മീറ്റർ സ്ക്വയർ ആവുന്ന കേസിലാണ്. പിന്നെ വരുന്നത് ഇതിൻ്റെ യൂണിറ്റ് ഓം മീറ്റർ ആണ്. റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കൽ ആണ് കണ്ടക്ടിവിറ്റി. അത് ഡിനോട്ട് ചെയ്യുന്നത് സിഗ്മ വെച്ചിട്ടാണ്. അപ്പോൾ സിഗ്മ എന്ന് പറയുന്നത് 1/ρ എന്നാണ്. അപ്പോൾ ഇവിടെ എന്തിൻ്റെയൊക്കെ റെസിപ്രോക്കലാണ്, എന്തൊക്കെയാണ് റെസിപ്രോക്കലായിട്ട് വരുന്നത്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വരുന്നതാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ആൻഡ് റിലാക്സേഷൻ ടൈം. The average time interval that elapses between the two successive collisions of an electron is called relaxation time. അപ്പോൾ ആവറേജ് ടൈം ഇൻ്റർവെൽ ഒരു 2 സക്സസീവ് കൊളീഷൻ്റെ ഇടയിൽ, ഇലക്ട്രോൺസിൻ്റെ 2 സക്സസീവ് കൊളീഷൻ്റെ ഇടയിൽ വരുന്ന ആവറേജ് ടൈം ഇൻ്റർവെല്ലില്ലേ, അത് ആണ് റിലാക്സേഷൻ ടൈം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഡിനോട്ട് ചെയ്യുന്നത് ടോ എന്ന് വെച്ചിട്ടാണ്. പിന്നെ അതിന് ഒരു ഇക്വേഷൻ ഉണ്ട്, VD = E/M ടോ എന്ന് പറഞ്ഞിട്ട്.
നെക്സ്റ്റ് ആണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ദ ആവറേജ് വെലോസിറ്റി അക്വയർഡ് ബൈ ദ ഫ്രീ ഇലക്ട്രോൺസ് ഓഫ് എ കണ്ടക്ടർ ഇൻ ദ ഓപ്പോസിറ്റ് ഡിറക്ഷൻ ഓഫ് ദ എക്സ്റ്റേണൽ അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് കോൾഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. അപ്പോൾ ആവറേജ് വെലോസിറ്റി അക്വയർഡ് ബൈ ദ ഫ്രീ ഇലക്ട്രോൺസ് ഓഫ് എ കണ്ടക്ടർ ഇൻ ദ ഓപ്പോസിറ്റ് ഡിറക്ഷൻ ഓഫ് ദ എക്സ്റ്റേണൽ അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ്. ഈ ആവറേജ് വെലോസിറ്റി, ഫ്രീ ഇലക്ട്രോൺസ് അക്വയർ ചെയ്തേക്കുന്ന ആവറേജ് വെലോസിറ്റി ഒരു കണ്ടക്ടറിൻ്റെ കേസിൽ അത് എങ്ങനെയാണ്, ഓപ്പോസിറ്റ് ഡിറക്ഷൻ, അത് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തിരിക്കുകയാണ്, അതിനെയാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്നതുകൊണ്ട് പറയുന്നത്. ഇത് കുറച്ചും കൂടിയും എളുപ്പമായിട്ട് പറയുകയാണെന്ന് വെച്ചാൽ ഇലക്ട്രിക് ഫീൽഡ് കാരണം ചാർജ്ഡ് പാർട്ടിക്കിൾസ്, ഇപ്പോൾ ഇലക്ട്രോൺസ് ഒക്കെ അറ്റൈൻ ചെയ്തിരിക്കുന്ന ഒരു ആവറേജ് വെലോസിറ്റി അല്ലെങ്കിൽ ഒരു എനർജി, അതിനെയാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് റെസിസ്റ്റിവിറ്റി ആൻഡ് റിലാക്സേഷൻ ടൈം. അപ്പോൾ ഇത് തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെന്നുള്ള ഒരു സംഭവമാണ് വരുന്നത്. റോ ഈക്വൽ ടു ആർ എ ഡിവൈഡഡ് ബൈ എൽ എന്നാണ് പറയുന്നത്. ഓംസ് ലോ യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കുന്നുണ്ട്, റോ ഈക്വൽ ടു എം ഡിവൈഡഡ് ബൈ എൻ ഇ സ്ക്വയർ ടോ എന്ന് പറഞ്ഞിട്ട്. ദസ് ദ റെസിസ്റ്റിവിറ്റി റോ ഓഫ് കണ്ടക്ടിങ് മെറ്റീരിയൽ ഡിപ്പെൻഡ്സ് ഓൺ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം ആൻഡ് ദ റിലാക്സേഷൻ ടൈം ടോ. അപ്പോൾ റെസിസ്റ്റിവിറ്റി റോ എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത്, കണ്ടക്ടിങ് മെറ്റീരിയലിൻ്റെ റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ്, ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം, അതുപോലെ റിലാക്സേഷൻ ടൈം. ഇത് രണ്ടും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അടുത്തത് വരുന്നതാണ് വേരിയേഷൻ ഓഫ് റെസിസ്റ്റിവിറ്റി വിത്ത് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുമ്പോൾ റിലാക്സേഷൻ ടൈം കുറയും, അപ്പോൾ റോ കൂടും. അത്രയും പഠിച്ചു വെച്ചാൽ മതി. ടെമ്പറേച്ചർ കൂടുമ്പോൾ റിലാക്സേഷൻ ടൈം കുറയും, ആ ഒരു ടൈമിൽ ഈ റോ ഉണ്ടല്ലോ റെസിസ്റ്റിവിറ്റി കൂടും. അടുത്തതാണ് ടെമ്പറേച്ചർ ഡിപ്പെൻസ് ഓഫ് റെസിസ്റ്റൻസ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഈ ടോ ഉണ്ടല്ലോ, ടോ കുറയും, റോ കൂടും, അതേപോലെ ആറും കൂടും. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ പഠിച്ചു വെച്ചാൽ മതി. ഇപ്പോൾ ജസ്റ്റ് നമ്മളൊരു സിമ്പിളായിട്ട് പഠിച്ചേക്കുക, ടെമ്പറേച്ചർ കൂടുമ്പോൾ ടോ കുറയും, റോ കൂടും, ആറ് കൂടും. അപ്പോൾ ആർ ഈക്വൽ ടു റോ എൽ ഡിവൈഡഡ് ബൈ എ. റെസിസ്റ്റൻസ് ഓഫ് മെറ്റാലിക് കണ്ടക്ടർ ആണ് ഈ തന്നിരിക്കുന്നത്, എം എൽ ഡിവൈഡഡ് ബൈ എൻ ഇ സ്ക്വയർ ടോ എ എന്ന് പറയുന്നത്. പിന്നെ ആറ് പ്രൊപ്പോർഷണൽ ടു 1/τ. ഇത്രയും കാര്യങ്ങൾ ഇതിൽ നോക്കി വയ്ക്കാം. ആൽഫ ഈസ് എ കോൺസ്റ്റൻറ്റ് ഫോർ ഗിവൺ മെറ്റീരിയൽ ആൻഡ് ഈസ് നോൺ ആസ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് ഓഫ് ഗിവൺ റെസിസ്റ്റൻസ്. അപ്പോൾ ആൽഫ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു കോൺസ്റ്റൻറ്റ് തന്നിട്ടുണ്ട്, അതിനെ പറയുന്നതാണ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് ഓഫ് ഗിവൺ റെസിസ്റ്റൻസ്. അപ്പോൾ ആൽഫ ഈക്വൽ ടു R2 മൈനസ് R1 ഡിവൈഡഡ് ബൈ R1 ഇൻറ്റു T2 മൈനസ് T1 എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിസ്റ്റൻസിൽ ഇൻക്രീസ് ഉണ്ടാവുന്നത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ റെസിസ്റ്റൻസ് ഇൻറ്റു റൈസ് ഓഫ് ടെമ്പറേച്ചർ. പിന്നെ ഇവിടെ ആൽഫയുടെ SI യൂണിറ്റ് വരുന്നത് K⁻⁻1 അല്ലെങ്കിൽ സെൽഷ്യസ് ഇല്ലേ, ഡിഗ്രി സെൽഷ്യസ് -⁻⁻1. പിന്നെ ആൽഫ പോസിറ്റീവ് ആവാം, 0 ആവാം, നെഗറ്റീവ് ആവാം. ഇനി R1 വലുതാണ് R2 എന്നുള്ളൊരു കേസ് വരുമ്പോൾ റെസിസ്റ്റൻസ് എന്താവും, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസും ഇൻക്രീസ് ചെയ്യും. ആ ഒരു നേരത്ത് ആൽഫ പോസിറ്റീവ് ആയിരിക്കും. അങ്ങനത്തെ എക്സാമ്പിളാണ് മെറ്റൽസ്, സിൽവർ, കോപ്പറൊക്കെ. പിന്നെ വരുന്നതാണ് R2 വലുതാണ് R1 എന്നുള്ളൊരു കേസ് വരികയാണെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയും. ആ ഒരു കേസിൽ ആൽഫ നെഗറ്റീവ് ആവും. അതിൻ്റെ എക്സാമ്പിളാണ് സെമി കണ്ടക്ടർ, കാർബൺ, ഇലക്ട്രോലൈറ്റ് എന്നൊക്കെ പറയുന്നത്. ഇനി R1ഉം R2ഉം സെയിം ആവുന്ന അല്ലെങ്കിൽ ഈക്വൽ ആവുന്ന ഒരു കേസ് വരികയാണെങ്കിൽ റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ചേഞ്ച് ആവുന്നതിനനുസരിച്ച് ഒരു മാറ്റം വരില്ല. ആ ഒരു കേസാണ് ആൽഫ 0 ആവുന്നത്. ഇത് മാംഗനീൻ, അതുപോലെ കോൺസ്റ്റന്റാൻ, യുറേക്ക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ അലോയ്സിനൊക്കെയാണ് ഇതിൽ എക്സാമ്പിളായിട്ട് വരുന്നത്. അടുത്തത് പറയുന്നതാണ് സൂപ്പർ കണ്ടക്ടിവിറ്റി. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അലോയ്സും സൂപ്പർ കണ്ടക്ടേഴ്സ് ആണ്. അപ്പം നമുക്കത് നോക്കാം. സെർട്ടൈൻ മെറ്റൽസ് ആൻഡ് അലോയ്സ് ആർ at very low temperature lose their resistance considerably. This phenomenon is known as superconductivity. ഇപ്പോൾ പ്രത്യേകിച്ച് എന്താണ്, ചില മെറ്റൽസ് അല്ലെങ്കിൽ അലോയ്സ് ഒക്കെ ഭയങ്കര ചെറിയ ഒരു ടെമ്പറേച്ചറിൽ അവരുടെ റെസിസ്റ്റൻസ് ലോസായി പോകുന്നുണ്ട്. അങ്ങനത്തെ ഓരോ സംഭവങ്ങളില്ലേ, അങ്ങനത്തെ മെറ്റൽസിലെ അല്ലെങ്കിൽ അലോയ്സിലെ, അതിനൊക്കെയാണ് സൂപ്പർ കണ്ടക്ടിവിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോസ് ഓഫ് സൂപ്പർ കണ്ടക്ടിവിറ്റി എന്നൊക്കെ പറയുന്നുണ്ട്.
Two electrons in free space will be mutually repelled by the Coulomb force between them, but in solid state the force between the two electrons will be modified by the interaction of the electrons with the crystal lattice. ഇപ്പോൾ രണ്ട് ഇലക്ട്രോൺസ് ഫ്രീ സ്പേസിലുള്ള രണ്ട് ഇലക്ട്രോൺസ് രണ്ടും കൂടെ റിപ്പൽ ചെയ്യുന്നുണ്ട് കൂളം ഫോഴ്സ് വെച്ചിട്ട്. അവരുടെ ഇടയിലുള്ള കൂളം ഫോഴ്സ് കാരണം രണ്ട് ഇലക്ട്രോൺസ് റിപ്പൽ ചെയ്യാണ്. അപ്പോൾ അതേപോലെ തന്നെ സോളിഡ് സ്റ്റേറ്റിൽ വരികയാണെങ്കിൽ രണ്ട് ഇലക്ട്രോൺസ് തമ്മിലുള്ള ഒരു ഫോഴ്സ് ഉണ്ടല്ലോ, അത് ഒരു ക്രിസ്റ്റൽ ലാറ്റിസ് യൂസ് ചെയ്തിട്ട് ഈ ഇലക്ട്രോൺസ് തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ മോഡിഫൈ ചെയ്യുന്നുണ്ട്. ഇൻ സർട്ടൈൻ സബ്സ്റ്റൻസസ് ദ ലാറ്റിസ് ഇൻട്രാക്ഷൻ ഈസ് സോ ഗ്രേറ്റ് that simple repulsive force becomes modified into attractive force, binding certain electrons together into what are called Cooper pairs. ചില സബ്സ്റ്റൻസസിൻ്റെ കേസിൽ ഇപ്പോൾ ലാറ്റിസ് ഇൻട്രാക്ഷനൊക്കെ ഭയങ്കര ഗ്രേറ്റ് ആയിരിക്കും, ചെറിയൊരു സിമ്പിൾ റിപ്പൾസീവ് ഫോഴ്സൊക്കെ എന്തായിട്ട് മാറും, അതൊക്കെ മോഡിഫൈ ചെയ്തിട്ട് ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഈ ഇലക്ട്രോൺസിൻ്റെ ബൈൻഡിങ്ങിൻ്റെ കാര്യത്തിൽ വരും. അങ്ങനത്തെ വരുന്നതിനൊക്കെയാണ് കൂപ്പർ പെയർസ് എന്ന് പറയുന്നത്. Those materials in which Cooper pairs can exist are the superconductors. അങ്ങനത്തെ മെറ്റീരിയൽസ് കൂപ്പർ പെയർസിലുള്ള അങ്ങനത്തെ മെറ്റീരിയൽസൊക്കെ അവർക്കൊക്കെ സൂപ്പർ കണ്ടക്ടേഴ്സ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. But the formation of Cooper pairs occur only at the lowest temperature when the thermal energy is not sufficient to disrupt the binding. അപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ എന്ന് പറയുമ്പോൾ ഈ ഒരു ഫോർമേഷൻ കാര്യത്തിൽ കൂപ്പർ പെയർസിൻ്റെ ഫോർമേഷനിൽ ലോവസ്റ്റ് ടെമ്പറേച്ചറിലാണ് ഇതൊക്കെ ഒക്വർ ചെയ്യുന്നത്. അപ്പോൾ തെർമൽ എനർജി അധികം സഫിഷ്യൻ്റ് ആവണം എന്ന് ഇതിൽ വരുന്നില്ല. അടുത്തത് വരുന്നതാണ് പ്രോപ്പർട്ടീസ് ഓഫ് സൂപ്പർ കണ്ടക്ടേഴ്സ്. ദ കറൻറ്റ് ഇൻ ദ സൂപ്പർ കണ്ടക്ടർ പെർസിസ്റ്റ് ഫോർ എ ലോങ് ടൈം. അപ്പോൾ ഇതൊരു ലോങ് ടൈമായിട്ട് സൂപ്പർ കണ്ടക്ടറിൽ പെർസിസ്റ്റ് ചെയ്യും. മെറ്റാലിക് സബ്സ്റ്റൻസസ് വിത്ത് നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ ലൈസ് ബിറ്റ്വീൻ 2 and 8 എക്സിബിറ്റ് സൂപ്പർ കണ്ടക്ടിവിറ്റി. അപ്പോൾ മെറ്റാലിക് സബ്സ്റ്റൻസസ് അതിൻ്റെ വാലൻസ് ഇലക്ട്രോൺ 2 അല്ലെങ്കിൽ 8 അതിൻ്റെ ഇടയിൽ ലൈ ചെയ്യുന്നത്, അങ്ങനെയുള്ളതാണെങ്കിൽ സൂപ്പർ കണ്ടക്ടിവിറ്റി എക്സിബിറ്റ് ചെയ്യും. The magnetic field does not penetrate into body of superconductor. This property is known as Meissner effect. അപ്പോൾ ഈ സംഭവം എന്താണെന്ന് ചിലപ്പോൾ ചോദിക്കാം, അപ്പോൾ ഈ ഒരു ഡെഫിനേഷൻ എഴുതി വയ്ക്കാം. When the current through the superconductor is increased beyond a critical value, the superconductor becomes normal conductor. ഇപ്പോൾ കറൻറ്റ് സൂപ്പർ കണ്ടക്ടറിൽ കൂടെ പോകുമ്പോൾ അതൊരു ക്രിട്ടിക്കൽ വാല്യൂവിനേക്കാളും ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ സാധാരണ ഒരു നോർമൽ കണ്ടക്ടറായിട്ട് ഇത് മാറും. സൂപ്പർ കണ്ടക്ടർ ഒക്കേഴ്സ് ഇൻ മെറ്റീരിയൽസ് ഹാവിങ് ഹൈ നോർമൽ റെസിസ്റ്റിവിറ്റി. അപ്പോൾ ഹൈ നോർമൽ റെസിസ്റ്റിവിറ്റി ഉള്ള മെറ്റീരിയൽസിൽ സൂപ്പർ കണ്ടക്ടിവിറ്റി ഒക്കേർ ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് നോട്ട് ചെയ്ത് വെക്കാൻ പറ്റിയതാണ്. മോണോവാലൻ മെറ്റൽസ് ആർ ജനറലി നോട്ട് സൂപ്പർ കണ്ടക്ടേഴ്സ്. മോണോവാലൻ മെറ്റൽസ് സൂപ്പർ കണ്ടക്ടേഴ്സ് അല്ല. പിന്നെ ഫെറോ മാഗ്നറ്റിക് ആൻഡ് ആൻറ്റി ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസ് ആർ നോട്ട് സൂപ്പർ കണ്ടക്ടേഴ്സ്. അപ്പോൾ ഈ പറഞ്ഞ രണ്ട് സംഭവങ്ങളും സൂപ്പർ കണ്ടക്ടേഴ്സ് അല്ല. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നോക്കി വയ്ക്കുക. പിന്നെ വരുന്നതാണ് അപ്ലിക്കേഷൻസ് ഓഫ് സൂപ്പർ കണ്ടക്ടിവിറ്റി. സൂപ്പർ കണ്ടക്ടേഴ്സ് ആർ യൂസ്ഡ് ഇൻ പ്രൊഡ്യൂസിങ് ഹൈ ഫീൽഡ് മാഗ്നറ്റ്. ഹൈ ഫീൽഡ് മാഗ്നറ്റിൻ്റെ കാര്യത്തിൽ അതൊക്കെ ഉണ്ടാക്കാനാണ് സൂപ്പർ കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ NMR ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് ഡിവൈസസ് യൂസ്ഡ് ഫോർ മെഡിക്കൽ ഡയഗ്നോസിസ് സൂപ്പർ കണ്ടക്ടേഴ്സ് ആർ യൂസ്ഡ്. അപ്പോൾ NMR ഡിവൈസസ് മെഡിക്കൽ പരമായിട്ട് ആവശ്യമുള്ള സംഭവങ്ങളാണ്. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സൂപ്പർ കണ്ടക്ടേഴ്സ് ആണ്. ഫോർ ഇഫക്റ്റീവ് മാഗ്നറ്റിക് ഷീൽഡ് സൂപ്പർ കണ്ടക്ടേഴ്സ് ആർ യൂസ്ഡ്. അപ്പോൾ ഇഫക്റ്റീവ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കാര്യത്തിൽ സൂപ്പർ കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. സൂപ്പർ കണ്ടക്ടേഴ്സ് ആർ യൂസ്ഡ് ആസ് മാഗ്നറ്റിക് എനർജി സ്റ്റോറേജ്. മാഗ്നറ്റിക് എനർജി സ്റ്റോറേജ് ആയിട്ട് സൂപ്പർ കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇൻ ഇലക്ട്രോണിക് ഡിവൈസസ് സച്ച് ആസ് സ്ക്വിഡ്സ്. സ്ക്വിഡ്സിൻ്റെ ഫുൾ ഫോമാണ് സൂപ്പർ കണ്ടക്റ്റിംഗ് ക്വാണ്ടം ഇൻഫറൻസ് ഡിവൈസസ്. Josephson device and simple devices such as bolometer, electromagnetic shielding devices, superconductors are extensively used. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങൾ അപ്ലിക്കേഷൻസ് അതിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ നോക്കി വയ്ക്കുക. അടുത്തതാണ് ഗാൽവനോമീറ്റർ. ഇറ്റ് ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് യൂസ് ടു ഡിറ്റക്ട് കറണ്ട് അപ് ടു 10⁻⁹ എ പാസിംഗ് ത്രൂ ഇറ്റ്. അപ്പോൾ ഗാൽവനോമീറ്റർ എന്ന് പറയുന്നത് ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. കറണ്ട് 10⁻⁹ ആംബിയർ വരുന്നത് അതൊക്കെ ഡിറ്റക്റ്റ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഗാൽവനോമീറ്റർ. കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ഇൻ ടു വോൾട്ട് മീറ്റർ. അപ്പോൾ ഗാൽവനോമീറ്റർ വോൾട്ട് മീറ്റർ ആക്കുന്ന കാര്യമാണ്.
A voltmeter is a device used to measure the potential difference between two points of circuit. ഇപ്പോൾ ഒരു സർക്യൂട്ടിലുള്ള രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് വോൾട്ട്മീറ്റർ. A galvanometer can be converted into a voltmeter by connecting a high resistance in series with the galvanometer. അപ്പോൾ ഒരു ഗാൽവനോമീറ്റർ വോൾട്ട്മീറ്റർ ആക്കി കൺവേർട്ട് ചെയ്യുന്നത് ഒരു ഹൈ റെസിസ്റ്റൻസ് എന്താണ് ഗാൽവനോമീറ്റർ ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ്. ദ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ റേഞ്ച് ഓഫ് വോൾട്ട്മീറ്റർ. അപ്പോൾ ഒരു വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ വോൾട്ട്മീറ്ററിൻ്റെ റേഞ്ചിന് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും വാല്യൂ ഉണ്ടാവുന്നത്. പിന്നെ ആർ ഈക്വൽ ടു വി ഡിവൈഡഡ് ബൈ ഐ ജി മൈനസ് ജി. അപ്പോൾ വി, ഐ ജി, ജി ഒക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളാണ്. അടുത്തത് വരുന്നതാണ് കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ഇൻ ടു അമീറ്റർ. എ ഗാൽവനോമീറ്റർ ഈസ് എ ഡിവൈസ് യൂസ് ടു ഡിറ്റക്റ്റ് ലോ കറൻറ്റ് ബട്ട് ആൻ അമീറ്റർ ഈസ് എ ഡിവൈസ് യൂസ് ടു മെഷർ കറൻറ്റ്. അപ്പോൾ ഗാൽവനോമീറ്റർ എന്ന് പറയുന്നത് ലോ കറൻറ്റ് ഡിറ്റക്റ്റ് ചെയ്യാനുള്ളൊരു ഡിവൈസാണ്. അമീറ്റർ എന്ന് പറയുന്നത് കറൻറ്റ് മെഷർ ചെയ്യാനുള്ള ഒരു ഡിവൈസാണ്. എ ഗാൽവനോമീറ്റർ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ആൻ അമീറ്റർ ബൈ കണക്റ്റിംഗ് ലോ റെസിസ്റ്റൻറ്റ് കോൾഡ് ഷണ്ട് റെസിസ്റ്റൻറ്റ് പാരലൽ വിത്ത് ദ ഗാൽവനോമീറ്റർ. അപ്പോൾ അമീറ്റർ ആക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ ലോ റെസിസ്റ്റൻസ് ഇതിൻ്റെ കൂടെ കണക്ട് ചെയ്യുക. ഇതിൻ്റെ ഫിഗറൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. അടുത്തത് വരുന്നതാണ് പൊട്ടൻഷ്യോമീറ്റർ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ കുറേ മീറ്ററുകളുണ്ട്. ഗാൽവനോമീറ്റർ, അമീറ്റർ, പൊട്ടൻഷ്യോമീറ്റർ, പിന്നെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഗാൽവനോമീറ്റർ, വോൾട്ടിമീറ്റർ, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. പൊട്ടൻഷ്യോമീറ്റർ ഈസ് എ ഡിവൈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ഓർ കമ്പയറിംഗ് EMF ഓർ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ പൊട്ടൻഷ്യോമീറ്റർ യൂസ് ചെയ്യുന്നത് എന്താണ് EMF കമ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാനോ അങ്ങനത്തെ കാര്യത്തിനൊക്കെയാണ് പൊട്ടൻഷ്യോമീറ്റർ യൂസ് ചെയ്യുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ലോങ് യൂണിഫോം വയർ സ്ട്രെച്ച്ഡ് ഓൺ എ വുഡൻ ബോർഡ് ബിറ്റ്വീൻ 2 points A and B in several rows. അപ്പോൾ ഇതിൻ്റെ കേസിൽ ഒരു ലോങ് യൂണിഫോം വയർ ഭയങ്കര സ്ട്രക്ചർ ചെയ്തിട്ട് ഒരു വുഡൻ ബോർഡിൽ 2 A, B എന്ന് പറഞ്ഞ പോയിൻറ്റ്സിൻ്റെ ഇടയിൽ ഉണ്ടാവും. ഇതിൻ്റെ ഫിഗറൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഒരു ബാറ്ററി ഉണ്ട്, റിയോസ്റ്റാറ്റ് ഉണ്ട്, കീ ഉണ്ട്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് ഇതിൽ നോക്കുക. ഇതാണ് പിന്നെ ഇവിടെ പ്രിൻസിപ്പിൾ ഓഫ് പൊട്ടൻഷ്യോമീറ്റർ, അങ്ങനത്തെ ജസ്റ്റ് സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് മെഷർമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് യൂസിങ് പൊട്ടൻഷ്യോമീറ്റർ. പൊട്ടൻഷ്യോമീറ്റർ യൂസ് ചെയ്തിട്ട് റെസിസ്റ്റൻസ് മെഷർ ചെയ്തതാണ്. എ പൊട്ടൻഷ്യോമീറ്റർ ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ടു മെഷർ ദ വാല്യൂ ഓഫ് അൺനോൺ റെസിസ്റ്റൻസ്. അൺനോൺ ആയിട്ടുള്ള റെസിസ്റ്റൻസിൻ്റെ വാല്യൂ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പൊട്ടൻഷ്യോമീറ്റർ നമ്മൾ ഹെൽപ്പ് ചെയ്യും. കൺസിഡർ എ പൊട്ടൻഷ്യോമീറ്റർ ഹൂസ് 10 meter വയർ ഈസ് റെപ്രസെൻറ്റഡ് ആസ് AB. ഇപ്പോൾ AB എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു 10 meter വയറാണ്. ദ ഫ്രീ എൻഡ്സ് ഓഫ് ദ വയർ ഈസ് കണക്റ്റഡ് ടു എ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് സോഴ്സ് ഓഫ് EMF E to control the current and hence the voltage. A rheostat RH is connected in series with E through a key K. It is called a primary circuit. അപ്പോൾ എന്താണ് പ്രൈമറി സർക്യൂട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എഴുതി വയ്ക്കുക. പിന്നെ ഇതിൻ്റെ ഫിഗറൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ V1 ഡിവൈഡഡ് ബൈ V2 എന്ന് പറയുന്നതാണ് L1 ഡിവൈഡഡ് ബൈ L2. ടു മെഷർ ദ അൺനോൺ റെസിസ്റ്റൻസ് ഓഫ് കോയിൽ ഓഫ് എ വയർ കണക്ട് സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് R, unknown resistance X, a rheostat RH1 and key in series with the storage cell E1 in the secondary circuit. അപ്പോൾ സെക്കൻഡറി സർക്യൂട്ടിൽ എന്തൊക്കെ കണക്ട് ചെയ്യണം എന്നതിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ലാസ്റ്റ് ഒരു ഫോർമുല കിട്ടിയിട്ടുണ്ട്, റോ ഈക്വൽ ടു X/R² ഡിവൈഡഡ് ബൈ L എന്ന് പറഞ്ഞിട്ട്. അടുത്തത് ഇതിൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് ആണ്. പ്രൈമറി സർക്യൂട്ട് കണക്ഷൻ അതുപോലെ സെക്കൻഡറി സർക്യൂട്ട് കണക്ഷൻ, അതിൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് ആണ് വരുന്നത്. എക്സ്പെരിമെൻ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് അധികം ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു ഉള്ളടക്കം പറഞ്ഞുതരാം. ഈ കണക്ഷൻസൊക്കെ പ്രൈമറി സർക്യൂട്ടിൻ്റെ കണക്ഷനും സെക്കൻഡറി സർക്യൂട്ടിൻ്റെ കണക്ഷനും സെപ്പറേറ്റ് ആയിട്ടായിരിക്കും വെക്കുന്നുണ്ടാവുക. അതുപോലെ ഇത് കണക്ട് ചെയ്യുന്ന ഓരോ വയർ അതുപോലെ അതിൻ്റെ സ്ക്രൂസൊക്കെ ഭയങ്കര ടൈറ്റ് അല്ലേ എന്നുള്ളതൊക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. എല്ലാ കണക്ഷനും ഭയങ്കര ടൈറ്റായിട്ട് വേണം ഇരിക്കാനായിട്ട്. പിന്നെ വരുന്നതാണ് പ്രൈമറി സർക്യൂട്ട് കണക്ഷൻ. ഇതിൽ വരുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ സ്റ്റോറേജ് സെല്ല് E, പിന്നെ ഒരു കീ ഉണ്ട് K എന്ന് പറഞ്ഞിട്ട്, പിന്നെ റിയോസ്റ്റാറ്റ് RH, പിന്നെ വരുന്നത് പൊട്ടൻഷ്യോമീറ്ററിൻ്റെ വയർ AB. ഇത് കെയിലോട്ട് ഇപ്പോൾ കണക്ട് ചെയ്യാനായിട്ട് പാടില്ല. അടുത്തതാണ് സെക്കൻഡറി സർക്യൂട്ട് കണക്ഷൻ. ഒരു സ്റ്റോറേജ് സെല്ല് E1 ഉണ്ട്, പിന്നെ K1 കീ ഉണ്ട്, പിന്നെ റിയോസ്റ്റാറ്റ് RH1, പിന്നെ സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ്, പിന്നെ അൺനോൺ റെസിസ്റ്റൻസ് X, ആ സംഭവങ്ങളെല്ലാം ഉണ്ട്. പിന്നെ 2 വയറുകൾ തമ്മിൽ കണക്ട് ചെയ്ത് വെക്കണം. എന്നിട്ട് കോയിലിലോട്ട് ഫ്രീ എൻഡ് ആയിട്ട് വെക്കണം.
മറ്റേ ബാക്കിയുള്ള ഫ്രീ എൻഡ്സ് ഒക്കെ നമ്മൾ വയറുകളിലേക്ക് കണക്ട് ചെയ്യുക. എ ബി അങ്ങനെ 6 വേ കീസ് ഉണ്ടാവും, അതിലോട്ട് കണക്ട് ചെയ്യുക. ഇതൊക്കെ നമ്മൾക്ക് എക്സ്പെരിമെൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്, നമ്മൾക്ക് ഫിസിക്സ് എക്സ്പെരിമെൻറ്റിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഞാനിതിൻ്റെ നോട്ട്സ് ജസ്റ്റ് സ്ക്രീനിൽ കാണിച്ചു തരാം, നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടെങ്കിൽ വായിച്ചു നോക്കുക. ഇത് എക്സ്പെരിമെൻ്റ് എങ്ങനെയാണ് ചെയ്യാന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അതുപോലെ നെക്സ്റ്റ് വരുന്നതാണ് കാരി ഫോസ്റ്റേഴ്സ് ബ്രിഡ്ജ്. ഇപ്പോൾ കാരി ഫോസ്റ്റേഴ്സ് ബ്രിഡ്ജ് മോഡിഫൈഡ് ചെയ്തിട്ടുള്ളത് വീറ്റ്സ്റ്റൺ ബ്രിഡ്ജിൽ നിന്നാണ്. ഇത് വീറ്റ്സ്റ്റൺ ബ്രിഡ്ജിൻ്റെ ഒരു സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ് ഇവിടെ കൊണ്ടുവരുന്നത്. റെസിസ്റ്റൻസ് PQR പിന്നെ എക്സ് ഇതൊക്കെയാണ് ഇതിലുള്ളത്. പിന്നെ കീസ് എന്ന് പറയുന്നത് K1ഉം K2 ആണ്. പിന്നെ P/Q = R/X. അപ്പോൾ ഇതിൻ്റെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് വീറ്റ്സ്റ്റൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഈ ഒരു ഫിഗർ നോക്കാം. കാരി ഫോസ്റ്റേഴ്സ് ബ്രിഡ്ജ് ലോങ് യൂണിഫോം വയർ നല്ല ലെങ്ത്തിൽ 1 മീറ്റർ ലെങ്ത്തിൽ സ്ട്രെച്ച് ചെയ്തിട്ട് ഒരു വുഡൻ ബോർഡിൽ കെട്ടിയിട്ടുണ്ടാവും. അതിൻ്റെ 2 എൻഡ്, ആ ഒരു വയറിൻ്റെ 2 എൻഡ് L ഷേപ്ഡ് ആയിട്ടുള്ള കോപ്പർ സ്ട്രിപ്പിലോട്ട് സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതുപോലെ 3 ഇതിൽ മാത്രമല്ല 3 കോപ്പർ സ്ട്രിപ്പുകൾ ഉണ്ട്. അത് G1 G2 G3 G4 എന്ന് പറഞ്ഞിട്ടുള്ള ഗ്യാപ്പ്, ഓരോ 4 ഗ്യാപ്പുകളിലേക്കായിട്ട് ഈ ഫിഗറിൽ കൊടുത്തിട്ടുള്ള പോലെ കണക്ട് ചെയ്യുക. അതേപോലെ തന്നെ മീറ്റർ സ്കെയിൽ ഉണ്ട് AB എന്ന് പറഞ്ഞിട്ട്, അതൊക്കെ നോക്കി വെക്കുക. ഈ ഒരു ഫിഗറിലുള്ള പോലെയാണ് ഇതൊക്കെ കണക്ട് ചെയ്യേണ്ടത്. അതുപോലെ ഇതിൻ്റെ ലാസ്റ്റ് ഒരു ഇക്വേഷൻ വരുന്നുണ്ട്, ρ = R/L3 - L4. ഇത്രയും സംഭവങ്ങൾ ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. അടുത്തത് വരുന്നതാണ് ഡിറ്റർമിനേഷൻ ഓഫ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു സംഭവം. ആൽഫ = RT - R0 / R0T = 1/R0 dR/dt എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ഗ്രാഫ് ഇവിടെ പ്ലോട്ട് ചെയ്യാനായിട്ടുണ്ട്. ആൽഫ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ കോഎഫിഷ്യൻസ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് ദ മെറ്റീരിയൽ, അങ്ങനെയാണ് ആൽഫേനെ പറയുന്നത്. പിന്നെ എന്താണ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ഇൻക്രീസ് ഓഫ് റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ഒറിജിനൽ റെസിസ്റ്റൻസ് പെർ ഡിഗ്രി റൈസ് ഓഫ് ടെമ്പറേച്ചർ. ഇപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ഇല്ലേ, അത് ഇൻക്രീസ് ചെയ്യില്ലേ, ഒറിജിനൽ റെസിസ്റ്റൻസിൽ നിന്നും റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യില്ലേ, അതിനെയാണ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. അത് ടെമ്പറേച്ചർ കൂടുന്ന കേസിൽ ഇതാണ് ഇതിൽ വരുന്നത്. R1ഉം R2ഉം T1 ഡിഗ്രി സെൽഷ്യസ് അതുപോലെ T2 ഡിഗ്രി സെൽഷ്യസ് R1ൻ്റെയും R2ൻ്റെയും റെസ്പെക്റ്റീവ്ലി ആണ്. അതുപോലെ ആൽഫ എന്നുള്ള ആ ഒരു ഇക്വേഷൻ മാറിയിട്ട് R2 - R1 / R1 T2 - R2 T1 എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഡിറ്റർമിനേഷൻ ഓഫ് ടെമ്പറേച്ചർ ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്, ഈ ഒരു സംഭവം അവിടെ അവസാനിക്കുകയാണ്. ഇതിൽ മെയിനായിട്ട് ഇതിൻ്റെ ഒരു ഗ്രാഫ് ഉണ്ടല്ലോ, ആ ഗ്രാഫ് നോക്കി വയ്ക്കുക. പിന്നെ ഇതിൽ വരുന്നത് ഈ എക്സ്പെരിമെൻറ്റുകളൊക്കെ നോക്കി വെക്കുക. ഇപ്പോൾ കാരി ഫോസ്റ്റർ എക്സ്പെരിമെൻറ്റ് അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതെന്തൊക്കെയാണ് വരുന്നതെന്ന് നമുക്ക് എഴുതാനായിട്ട് കിട്ടണം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക. പിന്നെ നമ്മൾക്ക് ഇതിൽ ഓരോ ഡെഫിനിഷൻസ്, ഇപ്പോൾ ഏതിൻ്റെയൊക്കെ റെസിപ്രോക്കൽസ് ആണ്, അതുപോലെ പ്രോപ്പർട്ടീസ് ഉണ്ട്, സൂപ്പർ കണ്ടക്ടിവിറ്റി, അങ്ങനത്തെ അപ്ലിക്കേഷൻസ്, അങ്ങനത്തെ സംഭവങ്ങൾ. പിന്നെ മെയിനായിട്ട് വരുന്ന കുറച്ച് ഇക്വേഷൻസ്, ഇപ്പോൾ ടെമ്പറേച്ചർ വേരിയേഷൻ വരുന്ന കാര്യങ്ങൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നല്ലപോലെ നോക്കി വയ്ക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ വരുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ റിവിഷൻ ശ്രീ ചാനലിൽ വന്നിട്ട് ചോദിക്കുക. അപ്പോൾ താങ്ക്